ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു. ഒന്നെങ്കിലും മൈസൂർ എന്നല്ല വെച്ചാൽ ഊട്ടി, അങ്ങനെയാണല്ലോ. എന്താണെന്ന് വെച്ചാൽ ആ യാത്ര തുറന്നുകൊണ്ടേയിരുന്നു. യാത്രയിലുടനീളം ചർച്ച. അങ്ങനെ നമ്മൾ അവസാനം താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ എത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസ് അമ്മാമ്മ വന്നിട്ട് എല്ലാം വീഡിയോ എടുത്ത് കൊണ്ടുപോകുന്നത്. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. അവിടെ വാഹനം നിർത്താനോ ഫോട്ടോ എടുക്കാനോ പാടില്ല. ഈ ലോറിക്കാരൻ ഒരുപാട് നേരമായിട്ട് മുന്നിൽ കിടന്ന് കളിക്കുന്നു, സൈഡ് തരാതെ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ, கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமா மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, காதல் அல்ல, காதல் அல்ல. அதையும் தாண்டி புனிதமான 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 உண்டான காயமெங்கும் தன்னாலே மாறிப்போன மாயமென்ன பொன்மானே பொன்மானே என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது சென்றேனே எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது எந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു തന്നു. പാറയിൽ കൊത്തിവെച്ച കുറച്ച് ശില്പങ്ങളും അതിൽ എഴുതി വെച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടോ. എല്ലാ കാര്യങ്ങളും വിവരിച്ചു തന്നു. ഇതിൻ്റെ ഒരു രസം എന്താന്ന് പറയട്ടെ, ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ ആ ആകാശം കാണുന്ന സമയത്ത് എന്തോ ഒരു രസമുണ്ട്, ഭയങ്കര രസം. അതിനുശേഷം ഞങ്ങൾ എന്താണെന്ന് വെച്ചാലും തിരിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. ചെറുതായിട്ട് മഴ ചാറുണ്ടോന്നൊരു സംശയം, കാരണം മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പറയും വേണ്ട, കാരണം കുറച്ച് റിസ്ക് ആവും. ഇങ്ങനെ വൈകാതെ തന്നെ മഴ വന്നെത്തി. ഞങ്ങൾ എന്തോ ഭാഗത്തിന് ഞങ്ങൾ അപ്പോഴേക്കും താഴത്തേക്ക് എത്തിയത്. ഒരുപാട് പേര് വന്നിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ടോക്കൺ അടക്കം കിട്ടാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അത്രയും മഴ പെയ്യുന്ന സമയത്ത് അങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഞങ്ങൾ മഴയെല്ലാം നന്നായിട്ട് ആസ്വദിച്ചു. പ്രത്യേകിച്ചും ആ കാടിൻ്റെ നിറത്തിൽ പെയ്യുന്ന മഴ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ശബ്ദം തന്നെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ലോണം ഇടിയും പൊട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം മഴയെല്ലാം ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട സമയമായി. കാരണം ഒരുപാട് വൈകിയാൽ പിന്നെയും ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് കരാപ്പുഴ ഡാമും കൂടി ഒന്ന് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ എല്ലാവരും തടസ്സം അയച്ചാലും മഴ നന്നായിട്ട് ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മഴ നിന്ന് തന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് തന്നെ പോകാൻ ഒരുപാട് ദൂരമുണ്ട്. അത്യാവശ്യം ദൂരം നമ്മൾ വന്നു. അതേ ഡിസ്റ്റൻസ് തന്നെ. പിന്നെ പ്രത്യേകിച്ച് ഇറക്കം കൂടി, പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് വഴുക്കലുണ്ട്. പിന്നെ മക്കളെയും കൊണ്ടുള്ള പോക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലേ, എന്താ അല്ലേ മഴ, അതങ്ങനെ കണ്ടിരുന്നു പോകും, അത്ര രസമായിട്ട്. എന്നാലേ നല്ല ഇരുട്ടും കുത്തി വീണ നല്ല അടിപൊളി മഴ.
ഭയങ്കര രസം. അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. കാരണം ഇറങ്ങാൻ നിന്നപ്പോഴാണ് വീണ്ടും മഴ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കരാപ്പുഴ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ റോഡ് സൈഡിൽ കണ്ട കേട്ടോ ഭയങ്കര രസകരമായിട്ടുള്ള മരങ്ങൾ, നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താ അറിയുന്നുണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങോട്ട് പോണ വഴിക്ക് കാണിച്ചാലും ശരി ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാൻ ലേശം ബുദ്ധിമുട്ടി. കാരണം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ പെട്ടെന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വന്നായിരുന്നു. ഇങ്ങനെയൊക്കെയോ സെക്യൂരിറ്റീൻ്റെ കൈയും കാലം പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. തന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഭയങ്കര കാറ്റായിരുന്നു അതിൻ്റെ മുകളിൽ. അവിടെ എത്തുമ്പോൾ തന്നെ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയണില്ല. മരമൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ മതി. ഭയങ്കര രസം. റൈഡുകളിൽ കയറിയ ആൾക്കാരുടെ ഒച്ചപ്പാടും കൂവിലും അത് വേറെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോഴേക്കും പിന്നെ എല്ലാം അവർ കൗണ്ടറെല്ലാം ക്ലോസ് ആക്കാൻ നിൽക്കുകയാണ്. കാരണം ഏകദേശം ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊരു റൈഡിനുള്ള സമയമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വന്നതല്ലോ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ എല്ലാം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഭയങ്കര രസമായി. ഭയങ്കര കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ തന്നെ ചിലവഴിച്ചു. കാരണം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെ ആയിരുന്നു. കാരണം റൈഡിൽ കയറിയൊരു അവസ്ഥ വേറെയായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെന്റ് തന്നെ ആയിരുന്നു. അപ്പം അവർ ഓടിക്കളിക്കാനും അവിടെ കുറച്ച് കുട്ടികൾക്ക് പറ്റിയ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാം കുറച്ച് നേരമൊക്കെ അതിൽ ചിലവഴിച്ചു. പിന്നെ സെക്യൂരിറ്റി കൂടെ വന്നിട്ട് അലാറൊക്കെ മുഴക്കുണ്ടായിരുന്നു. ചിലവിളിയും അലാറും. എന്താ വെച്ചാൽ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ നിന്നു നമ്മൾ. കാരണം എല്ലാവരും ഇത്രയും ആൾക്കാരുണ്ടല്ലോ. എന്താ വെച്ചാൽ പോകുമ്പോൾ ഒരുമിച്ച് പോകാന്നുള്ള രീതിക്ക് തന്നെ അവിടെ നിന്നു. പല സ്ഥലത്തു നിന്നായിട്ട് വന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്കോ കയറാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഇത് കാണാലോ. അത് നമുക്ക് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങി. ഒരുപാട് വെറൈറ്റി സൂര്യകാന്തികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ ഒരു ക്ലോക്ക് ടവർ പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ മുകളിൽ കയറുന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊന്നും മേലെ കയറാൻ പറ്റിയില്ല. സമയപരിമിതി കൊണ്ട് പിന്നെ ഒന്നിനും പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു അഭ്യാസമാണ് ഇതും അത്യാവശ്യം മനക്കരുത്തുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. വൈഫിന് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സമയപരിധി കൊണ്ട് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ ആൾറെഡി ബുക്ക് ചെയ്ത ആൾക്കാരെ അവരൊരു റൗണ്ട് കയറ്റി വിടണ്ടെന്ന് മാത്രം. അത് അവൻ്റെ അവസാനം കാണാണ്. അവിടെയാണ് ആ ഡാം. അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ നമ്മൾ അവിടെ ചിലവഴിച്ച് നമ്മളവിടെ നിന്ന് തിരിക്കാനുള്ള ഒരു പരിപാടിയാണ്. കുട്ടികൾ അവിടെ ഓടിക്കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഇന്ന് ചേച്ചിയുടെ ഏട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതെല്ലാം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ആഘോഷിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.